നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ വിഷമത്തിനെല്ലാം കാരണം ഈ ശാപം പിടിച്ചവൾ ഒറ്റ ഒരുത്തിയ. ഈ വിഷപ്പാമ്പിനെ കൊണ്ട് നന്ദിനി ചെമ്പകമംഗലത്തേക്ക് വന്നപ്പോഴേ ഞാൻ എന്റെ മനസ്സിൽ വലിയ അക്ഷരത്തിൽ കുറിച്ചിട്ടതാ, ഇതൊരു മാരണമാവൂന്ന്. സാവിത്രി, പറയാനുള്ളതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്ന് സൗകര്യപൂർവ്വം പറയാം. ഇതൊരു ഹോസ്പിറ്റലല്ലേ. പറയാനുള്ളത് എപ്പോഴായാലും ഞാൻ പറയും. എന്റെ മനസ്സിന്റെ കൺട്രോൾ പോയി നിൽക്കുക ഞാൻ. സാവിത്രി, എന്താ അനന്തരവളെ ന്യായീകരിക്കാൻ വന്നിരിക്കാണോ രാമേട്ടൻ? ന്യായീകരിക്കുന്നൊക്കെ നിർത്തി. തെറ്റാര് ചെയ്താലും അത് തെറ്റ് തന്നെയാ. അതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടത്തുമില്ല. എന്റെ മകന്റെ ജീവിതം ഈ നശിച്ചവള് കാരണം പോയത്. ഇവനെ ഇനി സമൂഹം അംഗീകരിക്കോ? പോലീസ് ഡിപ്പാർട്ട്മെന്റില് ഇവന് വല്ല വിലയുണ്ടാവോ? ഇവന്റെ സബോർഡിനേറ്റ്സിന്റെ മുഖത്ത് ഇവൻ ഇനി എങ്ങനെ നോക്കും? ഇവനെ എല്ലാരും കൂടെ കളിയാക്കില്ലേ? മുറച്ചെറുക്കന്റെ ഭാര്യയാവാൻ മുറപ്പെണ്ണിന്റെ ഒരു മോഹം. അതിന് കാണിച്ച തന്ത്രം. 4 പേരെ അറിഞ്ഞ് കല്യാണം കഴിച്ച് അവന്റെ ഭാര്യയെ പറഞ്ഞ് തിരിപ്പിച്ച് ഒരു മരപ്പൊട്ടന്റെ കൂടെ പറഞ്ഞയച്ചിരിക്കുന്നു. ഇതിൽ പല ഒരു ദ്രോഹം വേറെ വല്ലതും ഉണ്ടോ? ഇവള് കരുതി കൂട്ടി ചെമ്പകമംഗലത്ത് നടന്നത് ഇതിനായിരുന്നു അല്ലേടി ദ്രോഹി? നിങ്ങൾ പറയുന്നതിനൊക്കെ മറുപടി പറയാതെ ഞാൻ ഇവിടെ നിൽക്കുന്നത് 2 കാരണത്തിനാ. ഒന്ന്, ഇതൊരു ഹോസ്പിറ്റല്. 2, എന്റെ മുത്തശ്ശി അകത്ത് സുഖമില്ലാതെ കിടക്കുക. ഓ, മുത്തശ്ശിയോട് സ്നേഹമുള്ളൊരു പേരക്കുട്ടി. മുത്തച്ഛന്റെ മുത്തശ്ശിയുടെയും വാത്സല്യ ഭാജനം. ഇവരുടെ 2 പേരുടെയും പട്ടടയ്ക്ക് തീ കൊളുത്തിയിട്ടേ നീ ഇവിടുന്ന് പോകത്തുള്ളൂ. അതെനിക്കറിയാം. എന്തോ കരുതി കൂട്ടി നിൽക്കുന്ന നിങ്ങളോട് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഞാൻ ചെമ്പകമംഗലത്തേക്ക് വന്ന നാള് മുതൽ നിങ്ങൾ എന്നെ ശത്രുവായി മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ ഞാൻ എന്റെ അമ്മാവനോട് തുറന്നു പറയുന്നു, ആ വൈശാഖ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. അവനും മൈഥിലി ചേച്ചിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയില്ലായിരുന്നു. സത്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.